ഈജിപ്റ്റ് എന്നുള്ളത് ഞാനത് നിഷേധിക്കുന്നു. ഈജിപ്റ്റിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഈജിപ്റ്റ് ആകെപ്പാടെ സാമ്പത്തിക പ്രതിസന്ധി കഴിയുന്ന ഒരു രാജ്യം. ഇപ്പോൾ അത് നൈൽ നദിയുടെ സംസ്കാരം ഉൾക്കൊണ്ട സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. നൈൽ നദിയാണ് അവരുടെ സംസ്കാരത്തെ പരുവപ്പെടുത്തിയെടുത്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈജിപ്റ്റ് സംസ്കാരം കൊണ്ട് വളരെ മഹിമയുള്ള ഒരു രാജ്യമായിരുന്നു പണ്ട് ഫറോവമാരുടെ കാലത്ത്. അങ്ങനെയാണല്ലോ ഈജിപ്ഷ്യൻ പിരമിഡുകൾ, അതിനടിയിലുള്ള ശവങ്ങളായിട്ടുള്ള മമ്മികൾ, ഇതൊക്കെ ഇന്നും വലിയ കേടുപാട് കൂടാതെ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പുരാതനമായിട്ടുള്ള പച്ചമരുന്നുകൾ ലേപനം ചെയ്തുകൊണ്ട് അവരുടെ ആഭരണങ്ങൾ പോലും ഒപ്പം വെച്ചുകൊണ്ട് സംസ്കരിക്കപ്പെട്ടുന്ന പിരമിഡുകൾ കൊണ്ടാണ് അത് വലിയൊരു സാംസ്കാരിക ഭൂമികയായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്കാരത്തോളം, അതായത് സൈന്ധവ സംസ്കാരത്തോളം പഴമയുള്ള ഒരു നാഗരികതയും കൂടിയാണത്. പക്ഷേ അതൊക്കെ പോയി. അതിനുശേഷം വന്ന ഇസ്ലാം രാജാക്കന്മാരെല്ലാം വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം അവിടെ വന്നത് ദൗർഭാഗ്യവശാൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒന്നാണ്. അത് ശരിക്കും ഒരു വർഗീയ വിദ്വേഷത്തിൻ്റെ വിളനിലമാക്കി ഈജിപ്തിനെ മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മണിമുഴക്കങ്ങൾ അവിടുത്തെ ദേവാലയങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നില്ല. അത് സാമ്പത്തികമായിട്ടും വളരെ തകർച്ചയിലാണ്. സമ്പത്ത് തീരെയില്ല, അവർക്കൊരു യുദ്ധം ചെയ്യാനുള്ള ശേഷി പോലും ഇല്ല, തകർന്നടിഞ്ഞിരിക്കുന്നു.